ആറാം ദിവസമായിട്ടും BSF ജവാനായ പൂർണ്ണം കുമാർ ഷായെ പാകിസ്ഥാന്റെ പിടിയിൽ നിന്നും മോചിപ്പിക്കാൻ ഇന്ത്യക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നത് രാജ്യത്തെ തന്നെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. തന്റെ ഭർത്താവിന് എന്ത് സംഭവിച്ചു എന്നറിയാതെ കുമാറിന്റെ ഗർഭിണിയായ ഭാര്യ ഭരണാധികാരികളുടെ മുന്നിൽ പ്രതീക്ഷയുമായി കാത്തു നിൽക്കുകയാണ്. പെഹൽഗാം ആക്രമണത്തിൽ വെറും വാക്കുകൾ കൊണ്ടല്ലാതെ പ്രവൃത്തിയിലൂടെ പാകിസ്ഥാനെതിരെ തിരിച്ചടി നൽകാത്ത രാജ്യം ഏത് വിധേനയായിരിക്കും കുമാറിനെ രക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്ത നേതാക്കൾ നോക്കുകുത്തികളെ പോലെ നിൽക്കുമ്പോൾ അവിടെ ബലിയാടാകുന്നത് കുമാറിനെ പോലുള്ള നിരപരാധികളായ ജനങ്ങളാണ്. ഫിറോസ്പൂർ അതിർത്തിയിലെ 182-ാം ബറ്റാലിയനിലെ കുമാർ വിശ്രമിക്കാനായി ഒരു മരച്ചുവട്ടിൽ ചെന്നപ്പോഴാണ് അറിയാതെ അതിർത്തി പ്രദേശമായ പാകിസ്ഥാനിലേക്ക് വീണുപോയത്. ശേഷം കുമാറിനെ പാകിസ്ഥാൻ സൈന്യം കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് ഇന്ത്യൻ സൈന്യം നടത്തിയ തുടർന്നുള്ള അന്വേഷണത്തിൽ പാക് സൈന്യം സഹകരിച്ചില്ല. തങ്ങളുടെ പക്കൽ കുമാർ ഇല്ല എന്നാണ് അവർ വാദിക്കുന്നത്. സൈന്യങ്ങൾ ചേർന്നുള്ള തന്ത്രപരമായ ഫ്ലാഗ് മീറ്റിംഗുകൾ 4 തവണ നടത്തിയിട്ടും അതിൽ കാര്യമായ ഫലം ഒന്നും കാണാനായില്ല. കുമാറിന് എന്ത് സംഭവിച്ചു എന്നറിയാതെ വലയുകയാണ് കുടുംബം. പെഹൽഗാം ആക്രമണത്തിന് ശേഷം ഉടനെ ഉണ്ടായ ഈ സംഭവം രാജ്യസുരക്ഷയെ തന്നെ ചോദ്യം ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തിയാണ്. ഇന്ത്യയുടെ ആദ്യ പ്രതിരോധ നിരയാണ് അതിർത്തി സുരക്ഷാ സേന അഥവാ BSF ജവാന്മാർ രാജ്യത്തെ സേവിക്കുന്നത്. 1965-ലെ ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷമാണ് BSF രാജ്യത്ത് ഉടലെടുക്കുന്നത്. ആയുധ ശക്തിയും കരസേന നാവികസേനയ്ക്കും ആവുവോളം പിൻബലം നൽകുന്നത് BSF-കാരാണ്. എന്തുകൊണ്ടാണ് BSF ജവാനെ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ കയ്യിൽ നിന്നും മോചിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നത് തീർത്തും കാര്യഗൗരവമായി ചിന്തിക്കേണ്ട ഒന്നാണ്. ഒട്ടുമിക്ക മാധ്യമങ്ങളും കുമാറിനെ മറന്ന മട്ടാണിപ്പോൾ. രാജ്യത്ത് സംഭവിക്കുന്ന അനിശ്ചിതാവസ്ഥയ്ക്കും പ്രശ്നങ്ങൾക്കും ആര് എന്ന ചോദ്യത്തിനപ്പുറം എന്തുകൊണ്ട് ഇതിനൊന്നും തക്കതായ പരിഹാരങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന വസ്തുത തിരിച്ചറിയാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സാക് ന്യൂസ് തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കെടുക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.